ഇത് 2.5 ഗ്ലാസ് പച്ചരിയാണെങ്കിൽ ഒരു 6 മണിക്കൂറായി കുതിരാനിട്ടിട്ട്. അത് കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കാം, ബാക്കി പാലപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി അരച്ചെടുക്കാം. പകുതി എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇത് 3/4 മുറി തേങ്ങയും എടുത്ത് തേങ്ങാപ്പാൽ. ഇത് 2 കപ്പോളം ഉണ്ട്. ഇതിനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ച് കൊടുക്കാം. പകുതി തേങ്ങയും ഇതിലിടാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്ത് അതിലേക്ക് ഒരു 3/4 തവി മാവൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കാം. 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇനി ഇതൊന്ന് ഓഫാക്കി ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇനി അരച്ച മാവിലേക്ക് ഈ കപ്പി കാച്ചിയത് പകുതിയാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒന്നുകൂടി ഇത് അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് തേങ്ങാപ്പാൽ തന്നെ പോരാങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇങ്ങനെ ആവണം. 4-5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനിയും ബാക്കി അരി അരച്ച് വെക്കാം. അത് വട്ടയപ്പത്തിനുള്ളതാണ്. ബാക്കി തേങ്ങ ഇത് 4 ഏലക്കായുടെ കുരുവ. പിന്നെ പഞ്ചസാര ചേർക്കണം. മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കണം. ബാക്കി തേങ്ങാപ്പാൽ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കപ്പി കാച്ചിയത് ബാക്കി ചേർക്കാം. ഇതിന് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്ത് ഇനി ഇതിലൊഴിച്ച് വെക്കാം. ഇനി ഇതൊരു 4 മണിക്കൂർ ഇരിക്കട്ടെ. ഇങ്ങനെ 4 മണിക്കൂറായി ഇത് അരി അരച്ച് വെച്ചിട്ട് വട്ടയപ്പത്തിൻ്റെ. ഇനി കുറച്ച് ഉപ്പിടാം. ഇത് ഓയിൽ തേച്ച് വെച്ചേക്കുന്ന ഒരു കേക്ക് ടിന്ന അതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഇതൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിപ്പം വെച്ചിട്ട് 10 മിനിറ്റായി. ഇതിൻ്റെ മുകളിൽ കാഷ്നട്ടും ഉണക്കമുന്തിരിയായി അതിടാം. ഇപ്പോൾ 20 മിനിറ്റായി. ഇതിപ്പോൾ എന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്.